വണ്ടിയുടെ അഞ്ചാമത്തെ അതായത് 20,000 സർവീസ്. 20,000 സർവീസിൽ മെയിനായിട്ട് പറഞ്ഞാൽ ഓയിൽ ചേഞ്ചിങ്ങാണ് പറഞ്ഞാൽ. ഓയിൽ ചേഞ്ചിന് മാത്രം 2,700 പിന്നെ ഓയിൽ ഫിൽറ്ററിന് ഏകദേശം 900 രൂപയും വരുന്നുണ്ട്. അപ്പം അതുമാത്രം തന്നെ 3,000 രൂപ അടുപ്പിച്ച് അത് മാത്രമാവും. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറേണ്ടി വന്ന്, അത് തീർന്നായിരുന്നു. പിന്നെ ബേക്കും തീർന്നിരിക്കുകയാണ്. എല്ലാം കൂടെ മാറാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് മാത്രം മാറി. ഒരു ഓയിൽ കരി ഓയിൽ തന്നെയായിരുന്നു കേട്ടോ. കരി ഓയിൽ തന്നെ നല്ല കറുത്തല്. ഇപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടെ ഇത്ര സർവീസാണ് പറഞ്ഞതെന്ന് ലാസ്റ്റ് പറയാം. ബ്രേക്ക് പാഡിന് വന്നിട്ട് ഏകദേശം 2,200 രൂപ വന്നു. പക്ഷേ ബ്രേക്ക് അയച്ചു നോക്കിയപ്പോൾ ഇനി ഒരു 10,000-2,000 കിലോമീറ്റർ കൂടെ ഉള്ളതുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് തിരിച്ചെടുക്കത്തില്ല, ബില്ലടിച്ചതായതുകൊണ്ട് തിരിച്ചെടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ തന്നെ വിളിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ശബ്ദം കേട്ടുകൊണ്ടാണ് അത് മാറാൻ വേണ്ടി വന്നത്. പക്ഷേ അത് സിന്തയുടെ ബ്രേക്ക് പാഡ് ആയതുകൊണ്ട് അങ്ങനെ എന്നെ ശബ്ദം പറഞ്ഞതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അത് മാറിയില്ല. പിന്നെ എന്തുവാ, ഓയിൽ നല്ല ബ്ലാക്കായിരുന്നു. വണ്ടി ശരിയാക്കാനൊക്കെ വന്ന് കൊണ്ടുവരാൻ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. നമ്മളിവിടെ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞേ, വില്ലടിച്ചോണ്ട് പാടാണെന്ന്. ആ ബ്രേക്ക് പാഡ് തിരിച്ച് ഞാൻ പൊട്ടിച്ചതൊന്നും ഇല്ലായിരുന്നു. ബ്രേക്ക് പാഡ് തിരിച്ചെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് പറ്റത്തില്ല, ഓക്കെ അത് സമ്മതിച്ചു. നമ്മൾ ഇവിടെ കയറി നിന്ന് 2 വീഡിയോ എടുത്തപ്പോൾ അതിന് കുഴപ്പം. വണ്ടി എടുക്കാൻ വരുമ്പോൾ ഭയങ്കര മക്കളെ സാറേ വണ്ടി എടുക്ക് സാറേ ഇതൊക്കെയാണ് പറയണം. നമ്മളിവിടെ നിന്ന് എന്തുവാ ഇവിടുന്ന് എന്തുവാ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂല, കസ്റ്റമറിൻ്റെ അടുത്ത് വെളിയിലിറങ്ങാം. നമ്മൾ സാധാരണ ഒരുപാട് ഷോറൂമിൽ പോയിട്ടുണ്ട്. KTMന്റെ ആയാലും മാരുതിയുടെ ആയാലും ടൊയോട്ടയുടെ ആയാലും എല്ലായിടത്തും പോയിട്ടുണ്ട്. അവിടെയൊന്നും പുറത്തിറങ്ങി നിൽക്കാനൊന്നും പറയത്തൊന്നുമില്ല. എന്തായാലും കൊള്ളാം. ഇനിയിപ്പം അതൊരു ബ്രേക്ക് പാഡ് മാറുന്ന ഒരു ലേബർ ചാർജ് തന്നെ 200-250 രൂപ. സാധനത്തിൻ്റെ ഒന്നും പറയില്ല, കാരണം അത് ബൈക്കിന് പറഞ്ഞ സാധനമല്ലേ, അത് കുഴപ്പമില്ല. പറഞ്ഞത് വേറെ എവിടെയല്ല, ഞാൻ ഈ വണ്ടി എടുത്ത സ്ഥലത്തു നിന്ന് തന്നെ, കിളിമാനൂർ അവിടെ നിന്ന് തന്നെ പറഞ്ഞത്. അവിടെ കയറുമ്പോൾ അതിൻ്റെ അപ്പുറം കയറുമ്പോൾ തന്നെ വെളിയിലിറക്കുക ഇങ്ങനെയൊക്കെയാണ് പറയണം. കിളിമാനൂർ എംപയർ മോട്ടോഴ്സിൻ്റെ ഇതാണ്. എന്തായാലും കൊള്ളാം. ഇപ്പോൾ വണ്ടി എടുത്ത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. വണ്ടി ആദ്യമേ പറഞ്ഞതാ KTM ഏതെങ്കിലും എടുത്താൽ മതിയായിരുന്നു. എന്തായാലും വണ്ടിയുടെ ഏകദേശം പണി തീർന്ന് എയർ ഫിൽറ്റർ ഇളക്കി ക്ലീൻ ചെയ്ത് തന്ന്. ഇനി അതിന് പൈസ വാങ്ങണം എന്തോ അതറിയാൻ വയ്യ. ഓയിൽ ഫിൽപ്പം ചെയ്തതെന്ന് പറയുമ്പോൾ ഓയിൽ ഫിൽറ്റർ മാറി, ഓയിൽ ഫുള്ള് മാറിയപ്പം 3.5 ലിറ്റർ ഓയിലായി. പിന്നെ ജനറൽ ചെക്കപ്പ് എന്നും പറഞ്ഞ് 10,000 രൂപയായി. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. 20,000 സർവീസ് എന്നാണ് പറയണം. എന്തായാലും വണ്ടി എടുക്കാനുള്ള സ്നേഹമൊന്നും വണ്ടി പിന്നെ കൊണ്ടുവരുമ്പോൾ ഇല്ല. ഇനി പൈസ കൊടുത്താലും പൈസ കൊടുത്തില്ലായാലും. ഇനിയിപ്പം കറക്റ്റ് ബില്ല് എത്ര ആവുമെന്ന് നോക്കട്ടെ. ബ്രേക്ക് പാഡ് ഫ്രണ്ട് വാങ്ങിയതിന് 140 അപ്പോൾ ഇടേണ്ടി വന്നില്ല, കാരണം ഫ്രണ്ട് ഇനി ഒരു 3,000 കിലോമീറ്റർ 2,000 കിലോമീറ്റർ ഓടുമെന്നാണ് പറഞ്ഞത്. അപ്പം തിരിച്ചെടുത്തിട്ട് ഈ സർവീസിൻ്റെ ഇതിൽ കുറയ്ക്കുമെന്ന് വെച്ചപ്പം അത് പറ്റത്തില്ല. എന്നാൽ ഓക്കെ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അകത്ത് കയറിയെന്ന് വീഡിയോ എടുത്താൽ പറഞ്ഞ് അകത്ത് കയറത്തില്ല കസ്റ്റമറിന്. നമ്മളെ വണ്ടി ശരിയാക്കണം, നമുക്ക് പിന്നെ കണ്ട എന്താണ് അറിയാൻ വയ്യ. അങ്ങനെ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് പാഡിന് 2,100 പിന്നെ ഒരു 2,600 രൂപ തിരക്കായിരുന്നു. മൊത്തം 3,487 2,100 രൂപ ബ്രേക്ക് പാഡിന് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ല. ഒരിടത്ത എക്സ്പീരിയൻസ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്